ഹായ്. അപ്പോൾ ഇന്ന് വിധിയെ വെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കാം. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് വോയിസ് ക്ലിയർ അല്ല. എനിക്കറിയില്ല നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്ന്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ മൈക്ക് ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. എനിക്ക് മൈക്ക് അവൈലബിൾ ആകുമ്പോഴാണ് ഞാൻ മൈക്ക് അവൈലബിലിറ്റി വെച്ച് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയുക. ഈ വിധിയെ വെല്ലാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കുറേ കാലമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനും ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ പാവകളാണ്. ദൈവം പറയുന്ന പോലെ അനുസരിച്ച് അതുപോലെ ജീവിച്ച് മരിക്കുന്ന വിധി അനുഭവിക്കുന്ന, ദൈവം പറയുമ്പോൾ നരകത്തിൽ പോവുകയും സ്വർഗത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന വെറും കളിപ്പാവകൾ മാത്രമാണോ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവനും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വളരെ ലേറ്റ് റിയലൈസേഷനാണ് എനിക്കുണ്ടായത്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം ഒരു ഗെയിമാണ്, ഒരു പ്ലേ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് വളരെ കാലത്തിനപ്പുറമാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ധർമ്മം, അപ്പോൾ ഇവിടെ തെറ്റും ശരിയോ ഒന്നും ഇല്ലേ, എല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരാണ് ശരി ചെയ്യുന്നത്, ആരാണ് തെറ്റ് ചെയ്യുന്നത്, ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഞാൻ അതിനു മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്ഥായിയായ തെറ്റും ശരിയും ഇവിടെ ഒരിക്കലും ഇല്ല. യഥാർത്ഥ ധർമ്മം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നുമില്ല. നമുക്ക് ധർമ്മവും തെറ്റും ശരിയുമെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു യുഗത്തിലെ ശരിയും ഒരു യുഗത്തിലെ ധർമ്മവും മറ്റൊരു യുഗത്തിൽ ശരിയായിരിക്കണമെന്നില്ല. എന്തിനാണ് അധികം പറയുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് തന്നെ നോക്കാം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതകം ഒരു മഹാപാപമാണെന്ന് നമുക്കറിയാം. അതേസമയം ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വരുന്ന വ്യക്തി ആ പെൺകുട്ടി അവിടെ വെച്ച് സ്വയരക്ഷാർത്ഥം കൊന്നു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ നടക്കുന്നത് കൊലപാതകം തന്നെയാണ്. പക്ഷേ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊലപാതകത്തിൽ പോലും സ്ഥായിയായ തെറ്റോ ശരിയോ ഇല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യനാകെയുള്ള ഒരേ ഒരു ഫ്രീ വിൽ എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലേക്ക് നോക്കാനും അവന് സ്വയം അവനായി മാറാനും അല്ലെങ്കിൽ ശുദ്ധബോധമായി മാറാനും ഈ പറയുന്ന ഈ ഒരു ഗെയിമിൽ ഇടപെടാതിരിക്കാനും സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കാനാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഈ ഞാനെന്ന ഭാവം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നിങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം നിങ്ങൾക്കുള്ളിടത്തോളം കാലം ആ ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ തെറ്റും ശരിയും പ്രതിഫലിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നെന്നിരിക്കാം. എന്നാൽ നിങ്ങളല്ല ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആ വ്യക്തിത്വം എന്ന് പറയുന്ന ഇലൂഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കർമ്മമോ ഫലങ്ങളോ നിന്നെ ബാധിക്കാറില്ല. നോക്കൂ, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ്റെ സൈഡിലും ശരിക്കും പറഞ്ഞാൽ കൗരവരുടെ സൈഡിലും ഉൾപ്പെടെ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവരുടെ കർമ്മം ചെയ്യുകയാണ്, അവരുടെ ധർമ്മം ചെയ്യുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഇതാണ്: നീ നിൻ്റെ ധർമ്മം അല്ലെങ്കിൽ കർമ്മം ഇപ്പോൾ ചെയ്യുകയാണ്. ഇതിവിടെ ഇനിയും വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. യുഗയുഗാന്തരങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ വീണ്ടും ജനിക്കേണ്ടി വരുമെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഒന്നും സ്ഥായിയായി നിലനിൽക്കാത്തത് കൊണ്ട്. ധർമ്മം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ പോസിബിലിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വരും. കർമ്മത്തിൻ്റെ കളികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വന്തം ഗുരുവിനെ ഉൾപ്പെടെ അർജുനൻ കൊല്ലുകയാണ്. അപ്പോൾ കൊല്ലാൻ അർജുനന് മടിയുണ്ട്, ഇത് തെറ്റാണെന്നല്ലോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഇത് ചെയ്യേണ്ട കർമ്മമാണ്, കർമ്മം ചെയ്താലേ പറ്റൂ. അവിടെ തെറ്റും ശരിയും ഇല്ല. കർമ്മം ചെയ്യുന്നത് നീയാണെന്നൊരു ഭാവം നിനക്കുണ്ടെങ്കിൽ മാത്രമേ അത് നിന്നെ ബാധിക്കുകയുള്ളൂ. ഈ കർമ്മം സ്വയം ബാധിക്കാതെ എങ്ങനെ കർമ്മം ചെയ്തു തീർക്കാം, അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതെ എങ്ങനെ കർമ്മം ചെയ്തു തീർക്കാം എന്നുള്ള പലതരം വിദ്യകൾ, യോഗവിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ബുക്കിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം. അതിനകത്ത് മൊത്തം എങ്ങനെ നമുക്ക് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതെ കർമ്മം ചെയ്യാമെന്നാണ്. ഈ പറയുന്ന ദുര്യോധനൻ്റെ ടീമായിട്ടുള്ള കൗരവരുടെ സൈഡിൽ തന്നെയും വളരെ നല്ല മനുഷ്യരുണ്ടായിരുന്നു. അതായത് യഥാർത്ഥ ജ്ഞാനം നേടിയ വ്യക്തികളുണ്ടായിരുന്നു. നിങ്ങൾ പുരാണങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഫൈറ്റ് ചെയ്യുന്നത് പാണ്ഡവർക്കെതിരെയാണ്, ശ്രീകൃഷ്ണനെതിരെയാണ്. എന്ന് വെച്ചാൽ മോശപ്പെട്ട ആൾക്കാരായി മാറും? ഇല്ല, അവരവരുടെ കർമ്മം ചെയ്യുകയാണ്. അവരുടെ കർമ്മം ചെയ്യുമ്പോൾ അവർ നേടേണ്ട ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡുണ്ട്. അതായത് ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇത് സ്വാഭാവികമായി ഇവിടെ ഈ ഒരു ഹാപ്പനിങ്, ഒരു സംഭവ വികാസം സംഭവിക്കുകയാണെന്നുള്ള ധാരണയിലിരിക്കുക. സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുക, സ്വയ താല്പര്യം ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ മഹാഭാരതം വിട്ട് വേറെ പല ഇതിലേക്ക് പോയാൽ, അല്ലെങ്കിൽ രാവണൻ്റെ രാമായണ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ രാവണൻ്റെ സൈന്യത്തിൽ പോലും മഹാജ്ഞാനികളുണ്ടായിരുന്നു. അവർ അസുരന്മാരുമാണ്. അസുരന്മാരായ മഹാജ്ഞാനികളുണ്ടായിരുന്നു. അവർ രാമനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്, രാവണന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ അവർ മഹാജ്ഞാനികളായിരുന്നു. അതിൽ പലരും മോക്ഷം നേടിയതായി പിന്നീട് പറയപ്പെടുന്നുണ്ട്.
മോക്ഷം നേടിയതിന് ശേഷം അവിടെ യുദ്ധം ചെയ്തവരെ പറ്റിയും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മോക്ഷം നേടിയ ആളുകൾക്ക് കർമ്മം അവരെ യാതൊരു തരത്തിലും ബാധിക്കില്ല. പക്ഷേ മുജ്ജന്മ കർമ്മം വന്നിരിക്കുന്നതിനാൽ അവരുടെ ശരീരത്തിന് കടന്നു പോകേണ്ട കാര്യങ്ങളിലൂടെ അവർ കടന്നു പോയാലേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു വ്യക്തിയില്ല, ശരീരം മാത്രമേ ഉള്ളൂ. ശരീരം അതിൻ്റെ പണി ചെയ്തിട്ട് അത് നശിച്ചു പോകും. അവർ ശുദ്ധബോധത്തിൽ ലയിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനിയും മറ്റേ കാര്യങ്ങളെപ്പറ്റി വറിയിടാവേണ്ട കാര്യമില്ല. ആ ഒരു വ്യക്തിത്വം അവരുടെ ഉള്ളിലില്ല. നമുക്ക് ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആരും കാണരുത്. അതായത് ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് എന്ത് വൃത്തികേടും എന്ത് തെറ്റും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ ഞാനല്ല, നിങ്ങൾ സ്വയം ഈ തെറ്റ് ചെയ്യാനുള്ള ഒരു ബൈപ്പാസിങ് വേ, ഒരു ഈസി വേ ആയിട്ട് സ്വയം ഇത് തെറ്റല്ല, ഇത് ഞാനല്ല ചെയ്യുന്നതെന്ന് വിചാരിച്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും നിങ്ങൾക്ക് നല്ല സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കും സംഭവിക്കേണ്ടത്, സ്വാഭാവികതയോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞാനെന്ന് പറയുന്ന ഭാവമില്ലാതെ നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശുദ്ധബോധമായിരിക്കാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശുദ്ധബോധമായി മാറിക്കഴിഞ്ഞാൽ, അതായത് ശുദ്ധബോധം ഉണ്ടായാൽ പിന്നെ ശുദ്ധബോധം മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി ഇല്ല. ആ വ്യക്തിക്കാണ് ഈ സംശയം മൊത്തം. ഇത് ശരിയാണോ, അത് ശരിയാണോ, ധർമ്മം ഇതല്ലേ, അതിങ്ങനെ ചെയ്യേണ്ട, അതെല്ലാം ഒരു വ്യക്തിക്കുള്ള ചിന്തകളാണ്. ശരിക്കും അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യകത ഇവിടെ ഇല്ല. കാരണം അതെല്ലാം മനസ്സിൻ്റെ പ്രഹേളികയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത് വളരെ അൺഅക്സെപ്റ്റബിൾ ആണ് ഒരു മെജോറിറ്റി ഓഫ് ആളുകൾക്കെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. കാരണം ഈ മനസ്സിനപ്പുറത്തുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ലെറ്റ് ഗോ, വിട്ടുകളയാത്. മനസ്സിനെ ഇങ്ങനെ എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചാലും മനസ്സിന് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഒരിക്കലും അതെന്താണെന്ന് അറിയില്ല. മനസ്സിങ്ങനെ വീണ്ടും സംശയിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിനപ്പുറത്താണ് സത്യം. യഥാർത്ഥ ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഫലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കും. 6 മാസം പ്രായമുള്ള കുട്ടി ക്യാൻസർ വന്ന് ഭരിക്കുന്നു. ജനിച്ച ഉടനെ ഒരു കുട്ടി 10 വയസ്സ് വരെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത കുട്ടി വളരെ ഒരു അസുഖം വന്ന് സഫർ ചെയ്യുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദൈവം അത്ര മോശപ്പെട്ട ആളാണോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാറില്ലേ പലപ്പോഴും? അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഈ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. മനസ്സുകൊണ്ട് ഒരിക്കലും ഈ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഒരു ചോദ്യം, കർമ്മത്തെ, വിധിയെ വെല്ല മുടിയുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. നീം കരോളി ബാബ എന്ന് പറയുന്ന, ഞാൻ വിശ്വസിക്കുന്ന, സ്വയം അതായത് ആത്മനിർവൃതി അടഞ്ഞ പൂർണ്ണനായി മാറിയ ഒരു വ്യക്തിയാണ് നീം കരോളി ബാബ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ശക്തനായ കോൺഷ്യസ് ലെവലിൽ നിൽക്കുന്ന ഒരു ഗുരുവിന് ചിലപ്പോൾ കർമ്മത്തെ ആൾട്ടർ ചെയ്യാൻ പറ്റുന്നിരിക്കാം. എന്ന് വെച്ചാൽ കർമ്മത്തെ പൂർണ്ണമായി മാറ്റുക എന്നൊരു സംഭവം ഇവിടെ ഇല്ല. ഞാൻ എപ്പോഴും കോട്ട് ചെയ്ത് പറയുന്നതാണ്, കക്കാബുഷുണ്ടി എന്ന് പറയുന്ന ഒരു ഋഷി വീണ്ടും ചിരഞ്ജീവിയാണ്. അദ്ദേഹം യുഗയുഗാന്തരങ്ങളിൽ ജീവിക്കുകയാണ്. അദ്ദേഹം 16 തവണ മഹാഭാരത യുദ്ധം നേരിട്ട് കണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം 9 തവണ രാമായണ യുദ്ധം നേരിട്ട് കണ്ടു. രാമായണത്തിലെ രാവണ യുദ്ധം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 9 തവണയും ഒരേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, അതായത് ഇതിൽ കരുക്കൾ മാറും. ഓരോ തവണ ഇതേ സംഭവം വീണ്ടും നടക്കുമ്പോൾ അവിടെ ചെയ്യുന്ന ചില ഹാപ്പനിങ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കരുക്കൾ മാറിയെന്നിരിക്കും. പക്ഷേ അപ്പോഴും അവസാന തീരുമാനം, അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയാണ്. അത് മാത്രം മാറില്ല. കരുക്കൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്നിരിക്കും. നിങ്ങൾക്ക് തന്നെ പല മാനിഫെസ്റ്റേഷനിൽ, പല റിയാലിറ്റിയിൽ, പല ഡയമെൻഷൻസിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അൾട്ടർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷേ അൾട്ടിമേറ്റ് ഡെസ്റ്റിനിയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ശുദ്ധബോധം തന്നെ സ്വയം വിചാരിച്ച് ആ ഡെസ്റ്റിനിയെ മാറ്റിയാൽ അത് സംഭവിക്കുമായിരിക്കാം. അത് ആരുടെയും വിൽ പവർ കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലാക്കുക. ശുദ്ധബോധമായി മാറാനും തിരിച്ചറിയാനും മാത്രമാണ് ഒരു വിൽ പവർ മനുഷ്യനുള്ളതെന്നാണ് ഈ ഒരു കൺസെപ്റ്റുകളിൽ നിന്ന്, ഈ ഒരു പുരാണങ്ങളിൽ നിന്ന്, ഈ ഒരു ധർമ്മത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഇത് അക്സെപ്റ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്തവരുണ്ട്. കാരണം അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. എത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കേട്ടതിന് നന്ദി. താങ്ക് യു.